തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലെ ഗുഹാനന്തപുരം വാർഡിനെ ചവറ ബ്ലോക്കിൽ ആദ്യമായി സീറോ വേസ്റ്റ് വാർഡായി പ്രഖ്യാപിച്ചു. ഗുഹാനന്തപുരം ക്ഷേത്ര മൈതാനിയിൽ നടന്ന ചടങ്ങിൽ വാർഡംഗം മീനാക്ഷി പ്രഖ്യാപനം നടത്തി. ഒരു ക്ലീനിങ് ഡ്രൈവ് അല്ലെങ്കിൽ ഒരു ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യമായി മാറുകയാണ്. നമ്മുടെ പ്രദേശവും നമുക്ക് കിട്ടിയ പ്രകൃതിയെയും പരിപാലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അനിവാര്യ ചുമതലയായിട്ട് മാറുന്നു. മാലിന്യ സംസ്കാരം പഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ അനിവാര്യതയാണ്. ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ ആദ്യമായാണ് സീറോ വേസ്റ്റ് വാർഡ് പ്രഖ്യാപനം നടത്തിയത്. നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലെ ഗുഹാനന്തപുരം വാർഡിനെയാണ് സീറോ വേസ്റ്റ് വാർഡായി പ്രഖ്യാപിച്ചത്. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം മീനാക്ഷി സീറോ വേസ്റ്റ് പ്രഖ്യാപനം നിർവഹിച്ചു. തുടർന്ന് സ്റ്റാറ്റസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ, തൊഴിലുറപ്പ്, ഹരിതകർമ്മ സേനാംഗങ്ങൾ, യുവജന സംഘടനാ പ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, അംഗനവാടി, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. 100% നമുക്ക് വേസ്റ്റ് നിർമ്മാർജ്ജനം സാധ്യമാകണമെങ്കിൽ നമ്മൾ 100% നമ്മളെല്ലാവരും 100% ആയെങ്കിലും എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് വലിയൊരു മാറ്റമാണ്. ചെറിയ മാറ്റമായിട്ട് കണക്കാക്കേണ്ട വലിയൊരു മാറ്റമാണ് നാട്ടിൽ നടക്കുന്നത്. ആ മാറ്റം ശരിക്കും മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ടേ നമ്മുടെ ഈ മാറ്റം ഉണ്ടാകണം. എല്ലാ വീടുകളിൽ നിന്നും ഈ മാറ്റം തുടങ്ങണം. അതിൻ്റെ അനിവാര്യത കാണിച്ചുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിൽ ഈ ഒരു 6 മാസക്കാലമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മളിവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കാണും, പല സ്ഥലങ്ങളിൽ നമ്മുടെ ഈ ബോർഡുകളും പരസ്യ ബോർഡുകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് IEC ബോർഡുകൾ എന്ന് പറയും, വിവര സാങ്കേതിക ബോർഡ്. മാലിന്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ബോർഡുകളാണ് വന്നേക്കുന്നത് പലതും. അതുപോലെ നമ്മുടെ ബോട്ടിൽ ബൂത്തുകൾ വന്നിട്ടുണ്ട്. ബോട്ടിൽ ബൂത്ത് പൊതുസ്ഥലങ്ങളിൽ നമ്മൾ വൃത്തിയാക്കി നിരവധി തവണ വൃത്തിയാക്കി. അതായത് ഒരു തവണ വൃത്തിയാക്കുമ്പോൾ വീണ്ടും വേസ്റ്റ് വലിച്ചെറിയും. പിന്നെ നമ്മൾ തൊഴിലുറപ്പും കുടുംബശ്രീയും എല്ലാവരെയും വിളിച്ചു ചേർത്ത് വീണ്ടും വൃത്തിയാക്കും, വീണ്ടും വേസ്റ്റ് ഇടും. അപ്പോൾ അവസാനം അവിടെ ബോട്ടിൽ ബൂത്ത് വെച്ചു. ക്യാമറകൾ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തി അവിടെ വെച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ.